പണിക്കാരത്തിനെ മെഡിക്കലിന് കൊണ്ടുവന്നതാണ്. കുറേ സമയമായി പോയിട്ട്, 1 മണിക്കൂർ 1.5 മണിക്കൂറോളമായി ആള് പോയിട്ട്. ആള് പോയി നോക്കട്ടെ എവിടെയാണെന്നുള്ളതൊരു ഐഡിയ ഇല്ല. ഇവിടെ ഖത്തറിൽ വന്ന് കഴിഞ്ഞാൽ മെഡിക്കലിൻ്റെ സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നാട്ടിൽ നിന്ന് തന്നെ മെഡിക്കൽ കഴിഞ്ഞാണ്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മളെ ഖത്തർക്ക് വന്ന് കഴിഞ്ഞാൽ മെയിൻ മെഡിക്കലിൻ്റെ സ്ഥലം ഇവിടെയാണ്, ഈ ഭാഗത്ത്. خلاص اوكي انا السياره قاعده خلاص يروح قاعد السياره علينا نيجي അവിടുത്തെ കഴിഞ്ഞിട്ട് 1.5 മണിക്കൂറായി ഇപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുന്നു, വണ്ടിയിലെങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ഈ പെണ്ണുങ്ങൾ ലേഡീസിൻ്റെ സെക്ഷൻ ഇവിടെ ഈ ഭാഗത്താണ്. ഈ പെണ്ണ് വന്നിട്ട് ഒരു മാസം കഴിഞ്ഞ്, ഈ 1 മാസം കഴിഞ്ഞ് അന്ന് മുതൽക്കേ മെഡിക്കലിന് വരുവാണ്. മെഡിക്കൽ വെച്ചാൽ ഇപ്പോൾ 5ാമത്തെ പ്രാവശ്യമാണ് മെഡിക്കലിന് വരുന്നത്. ആദ്യം ഫസ്റ്റിൽ വന്ന് എക്സ്റേ ശരിയല്ല എന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞ് 2ാം പ്രാവശ്യം പിന്നെ വന്നിട്ട് പറഞ്ഞ് റുമേലെ പോകണമെന്ന് പറഞ്ഞു. റുമേലെ പോയിട്ട് അവിടുന്ന് ചെക്കപ്പൊക്കെ നടത്തിയതിന് ശേഷം 3 പ്രാവശ്യം അവിടുന്ന് ബ്ലഡ് എക്സ്റേ അതൊക്കെ എടുത്തിട്ടൊന്നും ക്ലിയർ ആയിട്ടില്ല. ഇതിവിടെ ഈ ലേഡീസിൻ്റെ സെക്ഷനാണ് ഇവിടെ ഈ ഭാഗത്തുള്ളത്. ഇവിടെ ഈ ആണുങ്ങളെ സെക്ഷന് ഇവിടെ ഇപ്പുറത്തെ സൈഡിലാണ്. ഇവിടെ ഈ ഭാഗത്ത് പോയി കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. കേരളത്തിൽ നിന്ന് വരുന്നതൊക്കെ നമ്മളെ കൊച്ചിയിലൊക്കെ അവിടെ മെഡിക്കൽ നടക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ ID അടിച്ചു കൊടുത്താൽ മതി, മെഡിക്കലിൻ്റെ ആവശ്യമില്ല. ചില രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ മെഡിക്കൽ എടുക്കുന്നത്. അതേപോലെ ഫിലിപ്പീൻസിൽ നിന്ന് വരുന്നവർക്ക് അവരുടെ നാട്ടിൽ തന്നെ മെഡിക്കൽ എടുക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് ആണുങ്ങളെ സെക്ഷൻ. ഇവിടെ ഈ ഭാഗത്താണ് ആണുങ്ങളെ ഭാഗം വരുന്നത്, സെക്ഷൻ വരുന്നത്. ഇപ്പോൾ ഓരോരുത്തർ വന്നത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. മെഡിക്കൽ കഴിഞ്ഞിട്ട് ഇരിക്കുന്നവരുണ്ട്. രാവിലെ നേരത്തെ തന്നെ ഇറങ്ങിയതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് സമയത്ത് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ വലിയ തിരക്കാണ്. ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചില സമയത്ത് അവിടെ നിന്നിട്ട് പുറത്തിറങ്ങി വരുമ്പോഴത്തേന്. ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ല. റിസൾട്ട് ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാളായിരിക്കും അല്ലെങ്കിൽ റിസൾട്ട് ഓൺലൈനിൽ വരല്. ഓൺലൈനിൽ വന്നതിന് ശേഷം പിന്നെ നമ്മളത് അതിൻ്റെ പേപ്പർ പ്രിൻ്റ് എടുത്തിട്ട് പിന്നെ അതുകൊണ്ട് പോകണം. നമ്മൾ ഫിംഗർ പ്രിൻ്റ് എടുക്കാൻ, കയ്യിൻ്റെ പ്രിൻ്റ് എടുക്കാണ്ട്, കയ്യിൻ്റെ പ്രിൻ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ വിസ അടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏതായാലും ഒരാൾ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ കുറേ ചൊറയാണ്. അങ്ങനെ കുറേ ദിവസം അങ്ങനെ കൊണ്ട് നടക്കാണ്ടാവും അവരായിട്ട്. വണ്ടി നിർത്തിയിട്ടുള്ളത് അവിടെ ഈ ഭാഗത്ത് വണ്ടി നിർത്തുന്നുണ്ട്.